നാടിൻ്റെ ഒരു വികസനം അത് ഏത് രീതിയിലൂടെയാണ് കിഫ്ബിയിലൂടെ സാധ്യമായത് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു മുഖ്യമന്ത്രി അല്പസമയം മുൻപ് നടന്ന രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ. കേരളത്തെ ഭ്രാന്താലയം എന്നായിരുന്നു വിവേകാനന്ദൻ വിശേഷിപ്പിച്ചിരുന്നത്. ആ കാലത്തിൽ നിന്ന് മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന മാനവാലയമായി കേരളത്തെ കിഫ്ബി മാറ്റിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നതിൽ തന്നെയുണ്ട്. നാട് ഏത് രീതിയിൽ പുരോഗമിച്ചു, ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകിൽ, ലോകത്തിൻ്റെ മുൻപന്തിയിൽ തന്നെ കൊണ്ടുപോയി വെക്കാവുന്ന തരത്തിൽ മറ്റു രാജ്യങ്ങൾക്ക്, മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു വളർച്ച ഏത് കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്, ചരിത്രം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മുഖ്യമന്ത്രി. നവോത്ഥാനം ഏത് രീതിയിലാണ് നമ്മുടെ നാടിനെ മാറ്റിമറിച്ചത്, നവോത്ഥാന നായകർക്കുണ്ടായ പങ്ക്, ആ പങ്കിലൂടെ കേരളത്തിലേക്ക് പുതുവെളിച്ചം വീശിയത്, നവകേരള നിർമ്മിതിക്കായി ഏത് രീതിയിലാണ് കിഫ്ബി നമ്മളെ സഹായിച്ചത്, ആ പാത പിന്തുടർന്ന് ഇനിയും ഒരു തുടർഭരണം ഉണ്ടായാൽ പുതിയ നേട്ടങ്ങളിലേക്ക്, നവകേരള നിർമ്മാണങ്ങളിലേക്ക് അതിൻ്റെ മുഖ്യ ശില്പിയായി, മുഖ്യ പങ്കാളിയായി കിഫ്ബിയെയും നമുക്ക് ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം അവസാനിക്കുന്നത്. സുലേഖ ശശികുമാർ കൂടെ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം. വിനീഷ, എന്തായാലും 25 വർഷം തികയ്ക്കുന്ന കിഫ്ബി അത് വലിയ നേട്ടങ്ങൾ നൽകി തന്നെയാണ് 25 വർഷം തികയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. 2016 മുതലാണ് ഇത്തരത്തിൽ കിഫ്ബി വലിയ നേട്ടങ്ങൾ, കിഫ്ബി എന്ന് പറയുന്ന ഒരു ബോർഡ് അത് വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഈ കിഫ്ബി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നട്ടെല്ല് ആണ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഓരോ പദ്ധതിക്ക് പിന്നിലും കിഫ്ബി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പാലങ്ങളായാലും റോഡുകളായാലും ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങളായാലും സ്കൂളുകളായാൽ പോലും ഇത്തരത്തിൽ ഓരോ കെട്ടിടങ്ങളും ഓരോ പദ്ധതികളിലും അതിന് കിഫ്ബിക്ക് അതിൻ്റെതായ പങ്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖല, അതിനൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസ രംഗം, വ്യവസായം തുടങ്ങി പൊതുമരാമത്ത് തുടങ്ങിയ എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ കിഫ്ബിയുടേതായ പങ്കുണ്ട്. ഓരോ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും അതിൽ കിഫ്ബി ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അതിനൊപ്പം തന്നെ സ്വാമി വിവേകാനന്ദൻ മുൻപ് കേരളത്തെ ഇത്തരത്തിൽ ഭ്രാന്താലയം എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നെല്ലാം മാറി കേരളം ഇന്ന് ലോകത്തിന് മുന്നിൽ തന്നെ ഒന്നാമതായി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അത്തരത്തിൽ ഇന്ത്യക്ക് പലയിടങ്ങളിലും ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ ചില സ്ഥലങ്ങളിൽ വികസനം നടക്കുന്നുണ്ട്. പക്ഷേ ആ വികസനം നടന്ന ഇടങ്ങളിൽ നിന്ന് മുന്നോട്ട് പോയാൽ മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ വികസനം ഇല്ലാത്തൊരു കാഴ്ച അത് കാണാൻ കഴിയും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെയും അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാ ഇടങ്ങളിലും ഒരുപോലെ വികസനം ലഭിക്കുന്ന, വികസനത്തിന്റെ സ്വാദ് അത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന, കൃത്യമായി എത്തുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ വികസനത്തിൽ യാതൊരു വിധ വേർതിരിവുമില്ലാതെ അങ്ങനെ വികസനം അത് ജനങ്ങൾക്ക് അറിയുന്ന രീതിയിൽ തന്നെ നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു വെച്ചത്. അത് ഇതുവരെയും 2016 മുതൽ ഇതുവരെയും നടന്നു, ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുക എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 2016 സംസ്ഥാന സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തൊക്കെ സ്കൂളുകൾ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ സ്കൂളുകളൊക്കെ തന്നെയും അടച്ചു പോകുമെന്നുള്ള ഭീതി അത് സമൂഹത്തിനുണ്ടായിരുന്നു. പിന്നീട് 2016 മുതൽ ഈ പൊതുവിദ്യാഭ്യാസ രംഗം അത് വളർച്ചയുടെ പാതയിൽ എത്തി എന്നുള്ളത് തന്നെയാണ്. അതിൽ കിഫ്ബിക്ക് വലിയൊരു പങ്കുണ്ട്. ആലപ്പുഴയിൽ പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വീടുകൾ പണിതു. ആ പണിത വീടുകളിൽ പോലും ഇത്തരത്തിൽ കിഫ്ബിയുടെ സഹായം അത് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു. റോഡുകളായാലും പാലങ്ങളായാലും 150ഓളം പാലങ്ങളാണ് പുതുതായി സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്ത് നിർമ്മിച്ചത്. ആ പാലങ്ങളിലൊക്കെ തന്നെയും കിഫ്ബി ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിനൊപ്പം തന്നെ കളിക്കളങ്ങൾ, ഗ്രാമപഞ്ചായത്തുകളിൽ കളിക്കളങ്ങൾ എന്നുള്ള ഒരു പദ്ധതിയുണ്ട്. ഇപ്പോൾ ആ പദ്ധതിയിലും ഇത്തരത്തിൽ കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിന് ഈ യുവാക്കളുടെ കായികപരമായിട്ടുള്ള യുവാക്കളുടെ ഒക്കെ തന്നെയും ഒരു ക്ഷമത വർദ്ധിപ്പിക്കാൻ അതിൽ കിഫ്ബിയുടെ പങ്കുണ്ട്. അങ്ങനെ നാനാ തുറകളിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതിയിലും കിഫ്ബി ഫണ്ട് ഉണ്ട്. കിഫ്ബിയുടെ സഹായം അല്ലെങ്കിൽ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയുടെ ഫണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ പറഞ്ഞു വെച്ചുള്ള കാര്യം, നവകേരള നിർമ്മിതിയുടെ പ്രധാന പങ്കാളിയായി കിഫ്ബിയെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാമെന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 25 വർഷം വലിയ പദ്ധതികൾ നമുക്കൊരിക്കലും വിചാരിക്കാൻ പറ്റാതെ, കാരണം കാലത്തിനൊപ്പം നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറാൻ പറ്റാത്തൊരു സാഹചര്യം 2016 വരെ നമുക്കുണ്ടായിരുന്നു. ആ 2016 മുതലാണ് ഇങ്ങോട്ട് വലിയൊരു വളർച്ച കേരളം കൈവരിച്ചത്. അതിൽ കിഫ്ബിക്ക്
നിർണായക പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ ഇനി വരുന്ന ഭാവി തലമുറ നമ്മെ പഴിക്കാത്ത രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിൽ കിഫ്ബി കൂടി വേണം. അത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു വെച്ചത്. വിനീഷ.